സംസ്ഥാനത്ത് കൈക്കൂലി കേസിൽ പിടികൂടിയ കഴിഞ്ഞ 10 വർഷത്തെ ഉദ്യോഗസ്ഥരുടെ വിവരങ്ങൾ 5 ദിവസത്തിനുള്ളിൽ നൽകണമെന്ന് സംസ്ഥാന വിവരാവകാശ കമ്മീഷൻ ഉത്തരവിട്ടു. പരാതിക്കാരനെയും എതിർകക്ഷികളെയും വിവരാവകാശ കമ്മീഷൻ നേരിട്ട് കേട്ട് പരാതിക്കാരന് 5 ദിവസത്തിനുള്ളിൽ പ്രതികളായ ഉദ്യോഗസ്ഥർ, വകുപ്പുകൾ, പിടിച്ചെടുത്ത തുക, കേസ് നമ്പർ എന്നിവ കാണിച്ച് രേഖ നൽകാൻ ഉത്തരവായി. തൃശൂർ കുന്നംകുളം പുറ്റേക്കരയിൽ സ്വകാര്യ ബസ് മറിഞ്ഞ് 10 പേർക്ക് പരിക്ക്. പാവറട്ടിൽ നിന്നും തൃശൂരിലേക്ക് പോയ ജീസസ് എന്ന ബസ്സാണ് അപകടത്തിൽപ്പെട്ടത്. പരിക്കേറ്റവരെ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. പുത്തഞ്ചിറ ഗ്രാമപഞ്ചായത്ത് നവീകരിച്ച ഡോക്ടർ APJ അബ്ദുൽ കലാം സ്റ്റേഡിയം നാടിന് സമർപ്പിച്ചു. കായിക വകുപ്പ് മന്ത്രി V. അബ്ദുറഹിമാൻ ഉദ്ഘാടനം ചെയ്തു. നമസ്കാരം, ന്യൂസ് റൗണ്ടപ്പിലേക്ക് സ്വാഗതം. വിശദമായ വാർത്തകൾ നോക്കാം. സംസ്ഥാനത്ത് കൈക്കൂലി കേസിൽ പിടികൂടിയ കഴിഞ്ഞ 10 വർഷത്തെ ഉദ്യോഗസ്ഥരുടെ വിവരങ്ങൾ 5 ദിവസത്തിനുള്ളിൽ നൽകണമെന്ന് സംസ്ഥാന വിവരാവകാശ കമ്മീഷൻ ഉത്തരവിട്ടു. സംസ്ഥാനത്ത് കഴിഞ്ഞ 10 വർഷത്തിനുള്ളിൽ കൈക്കൂലി കേസിൽ പിടിക്കപ്പെട്ട ഉദ്യോഗസ്ഥരുടെ പേരും വിവരങ്ങളും ആവശ്യപ്പെട്ടുകൊണ്ട് മാളയിലെ പൊതുപ്രവർത്തകൻ ഷാൻഡി ജോസഫ് തട്ടകത്ത് വിവരാവകാശ നിയമപ്രകാരം സംസ്ഥാന ചീഫ് സെക്രട്ടറിക്ക് അപേക്ഷ സമർപ്പിച്ചിരുന്നു. വിവരങ്ങൾ ലഭ്യമാക്കാൻ ചീഫ് സെക്രട്ടറിയുടെ ഓഫീസിലെ പബ്ലിക് ഇൻഫർമേഷൻ ഓഫീസർ വിജിലൻസ് വകുപ്പിലേക്ക് അപേക്ഷ കൈമാറി. എന്നാൽ വിജിലൻസ് വകുപ്പ് സ്റ്റേറ്റ് പബ്ലിക് ഇൻഫർമേഷൻ ഓഫീസറുടെ കൈവശം ആവശ്യപ്പെട്ട വിവരങ്ങൾ ഇല്ലാത്തതിനാൽ വിജിലൻസ് ആന്റി കറപ്ഷൻ ബ്യൂറോയിലേക്കും ആഭ്യന്തര വകുപ്പിലെ സ്റ്റേറ്റ് പബ്ലിക് ഇൻഫർമേഷൻ ഓഫീസർക്കും അപേക്ഷ കൈമാറിയതായി ഷാൻഡി ജോസഫ് തട്ടകത്തിനെ അറിയിച്ചെങ്കിലും കൃത്യമായി മറുപടി ഈ വകുപ്പുകളിൽ നിന്നും ലഭിച്ചില്ല. ഇതിനെ തുടർന്ന് വിജിലൻസ് അഡീഷണൽ സെക്രട്ടറിക്ക് അപ്പീൽ നൽകിയെങ്കിലും മറുപടി ലഭിച്ചില്ല. തുടർന്നാണ് ഷാൻഡി ജോസഫ് തട്ടകത്ത് സംസ്ഥാന വിവരാവകാശ കമ്മീഷന് അപ്പീൽ നൽകിയത്. നമ്മുടെ സംസ്ഥാനത്ത് എത്ര അഴിമതിക്കാരല്ലെങ്കിൽ വിജിലൻസിന്റെ കയ്യിൽപ്പെട്ട, കൈക്കൂലി വാങ്ങി വിജിലൻസിന്റെ കയ്യിൽപ്പെട്ട എത്ര സർക്കാർ ഉദ്യോഗസ്ഥരുണ്ടെന്ന് അറിയാനുള്ള ജിജ്ഞാസ കൊണ്ടും, അതുപോലെ തന്നെ എന്തുകൊണ്ട് ഇത്തരക്കാർ ഇത്തരം അഴിമതിയിൽ അല്ലെങ്കിൽ കൈക്കൂലിൽ പെടുന്നു എന്ന് ഒരു പഠനവിധേയമാക്കുവാൻ വേണ്ടിയാണ് ഞാൻ കഴിഞ്ഞ ജാനുവരിയിൽ നമ്മുടെ സർക്കാർ കഴിഞ്ഞ 10 വർഷക്കാലം കൊണ്ട് നമ്മുടെ സംസ്ഥാനത്ത് എത്ര സർക്കാർ ഉദ്യോഗസ്ഥർ ഇത്തരത്തിൽ വിജിലൻസ് കേസിൽ പെട്ടിട്ടുണ്ടെന്ന് അറിയുവാനുള്ള വിവരാവകാശ അപേക്ഷ സമർപ്പിച്ചത്. എന്നാൽ ആ അപേക്ഷയിൽ കൃത്യമായി മറുപടി ലഭിച്ചില്ല. അപ്പീൽ നൽകിയിട്ടും മറുപടി ലഭിച്ചില്ല. അതിനെ തുടർന്നാണ് സംസ്ഥാന വിവരാവകാശ കമ്മീഷന് അപ്പീൽ നൽകിയത്. ആ അപ്പീലിൽ അനുകൂലമായ ഉത്തരവുണ്ടായി. 5 ദിവസത്തിനുള്ളിൽ എനിക്കതിന് മറുപടി തരണമെന്ന് സംസ്ഥാന വിവരാവകാശ കമ്മീഷൻ ഉത്തരവ് നൽകിയിട്ടുണ്ട്. അപ്പീൽ നൽകിയതിനെ തുടർന്ന് 1ാം അപ്പീൽ അധികാരി കൂടിയായ വിജിലൻസ് അണ്ടർ സെക്രട്ടറി മനഃപൂർവ്വമല്ലാത്ത പിഴവ് മാപ്പാക്കണമെന്നും തുടർ നടപടികളിൽ നിന്നും ഒഴിവാക്കണമെന്നും ഈ വീഴ്ചയിൽ നിന്നും പാഠം ഉൾക്കൊണ്ട് അപേക്ഷകളിൽ കൃത്യമായും സൂക്ഷ്മമായും കൈകാര്യം ചെയ്യാമെന്നും കമ്മീഷനെ രേഖാമൂലം അറിയിക്കുകയും ചെയ്തു. എന്നാൽ വിജിലൻസ് ആന്റി കറപ്ഷൻ ബ്യൂറോ ഡെപ്യൂട്ടി പോലീസ് സൂപ്രണ്ടും സ്റ്റേറ്റ് പബ്ലിക് ഇൻഫർമേഷൻ ഓഫീസറുമായ PP കരുണാകരൻ നൽകിയ പട്ടികയിൽ കൈക്കൂലി കേസിൽ ഉൾപ്പെട്ട പ്രതികളുടെ പേരോ ഏത് ഉദ്യോഗസ്ഥനാണെന്നുള്ള വിവരങ്ങളും മറ്റും ഉൾപ്പെടുത്താതെയാണ് ഷാൻഡി ജോസഫിന് നൽകിയത്. തുടർന്ന് പരാതിക്കാരനെയും എതിർകക്ഷികളെയും വിവരാവകാശ കമ്മീഷൻ നേരിട്ട് കേൾക്കുകയും പരാതിക്കാരന് 5 ദിവസത്തിനുള്ളിൽ പ്രതികളായ ഉദ്യോഗസ്ഥർ, വകുപ്പുകൾ, പിടിച്ചെടുത്ത തുക, കേസ് നമ്പർ എന്നിവ കാണിച്ച് രേഖ നൽകാൻ ഉത്തരവിടുകയുമായിരുന്നു. ന്യൂസ് ഡെസ്ക് മീഡിയ ടൈം. തൃശൂർ കുന്നംകുളം പുറ്റേക്കരയിൽ സ്വകാര്യ ബസ് മറിഞ്ഞ് 10 പേർക്ക് പരിക്ക്. പാവറട്ടിൽ നിന്നും തൃശൂരിലേക്ക് പോയ ജീസസ് എന്ന ബസ്സാണ് അപകടത്തിൽപ്പെട്ടത്. പരിക്കേറ്റവരെ അമല ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. വെള്ളിയാഴ്ച രാവിലെ 5:30 അപകടം. കുന്നംകുളത്ത് നിന്ന് തൃശൂരിലേക്ക് വരികയായിരുന്ന ബസ് ആദ്യം മരത്തിലും തുടർന്ന് കാറിലും ഇടിച്ച ശേഷം ഡിവൈഡറിൽ ഇടിച്ച് റോഡിൽ മറിയുകയായിരുന്നു. മുന്നിൽ വന്ന കാർ അപ്രതീക്ഷിതമായി നിർത്തിയതിനെ തുടർന്ന് ബസ് ഡ്രൈവർക്ക് നിയന്ത്രണം നഷ്ടപ്പെട്ടതാണ് അപകടത്തിന് കാരണമായതെന്നാണ് പ്രാഥമിക നിഗമനം. ബസ് റോഡിൽ മറിഞ്ഞതോടെ തൃശൂർ കുന്നംകുളം സംസ്ഥാന പാതയിൽ ഗതാഗതം നിലച്ചു. രാവിലെ 7:30 ബസ് നീക്കിയതോടെയാണ് ഗതാഗതം പുനഃസ്ഥാപിച്ചത്. പരിക്കേറ്റ് ചികിത്സയിൽ കഴിയുന്ന ഒരാളുടെ നില ഗുരുതരമായി തുടരുകയാണ്. മീഡിയ ടൈം, തൃശൂർ. പുത്തഞ്ചിറ ഗ്രാമപഞ്ചായത്ത് നവീകരിച്ച ഡോക്ടർ APJ അബ്ദുൽ കലാം സ്റ്റേഡിയം നാടിന് സമർപ്പിച്ചു. കായിക വകുപ്പ് മന്ത്രി V. അബ്ദുറഹിമാൻ ഉദ്ഘാടനം ചെയ്തു. തദ്ദേശ സ്ഥാപനങ്ങൾക്കാണ് സ്വന്തമായി കളിക്കളം ഉണ്ടാകാതിരിക്കുന്നത്. അതിനുശേഷം അതിൽ 250ഓളം തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾ ഇപ്പോൾ സ്റ്റേഡിയം നിർമ്മിച്ചു കഴിഞ്ഞു.
ഇനി 200ഓളം വരുന്ന സ്റ്റേഡിയം കൂടി നിർമ്മിച്ചാൽ സംസ്ഥാനത്തെ എല്ലാ സ്ഥലങ്ങളിലും ഈ ഒരു കളിക്കളം എന്നുള്ള പദ്ധതി പൂർത്തീകരിക്കാം. ഇന്ന് പഞ്ചായത്തിലുള്ള പ്രധാനമായിട്ടുള്ള പ്രശ്നം സ്വന്തമായി സ്ഥലമില്ലാത്ത ധാരാളം പഞ്ചായത്തുകളുണ്ട്. അപ്പോൾ അവർക്ക് സ്ഥലം വാങ്ങാനുള്ള പുതിയ പദ്ധതി അടുത്ത ബഡ്ജറ്റിൽ വരികയാണ്. അങ്ങനെ ആകുമ്പോൾ മാത്രമേ നമുക്കിത് പൂർത്തീകരിക്കാൻ കഴിയൂ. ഈ മേഖലയിൽ കേരളം നിരവധിയായിട്ടുള്ള പുതിയ കാര്യങ്ങൾ ചെയ്യുന്നു. പാരമ്പര്യമായി നമ്മൾ കണ്ടുവരുന്ന കായിക മേഖലക്കപ്പുറത്തേക്ക് വരാൻ പോകുന്ന പുതിയ കാലത്തെ എങ്ങനെയാണ് കായിക മേഖല നേരിടാൻ പോകുന്നത് എന്നാണ് നമ്മൾ ആദ്യം പഠിച്ചത്. ഈ പഠനം ആണ് 2024 അന്താരാഷ്ട്ര ഉച്ചകോടി നടത്തിക്കൊണ്ടാണ് നമ്മൾ ആ പഠനത്തിന് തുടക്കം കുറിച്ചത്. 51ഓളം വരുന്ന രാജ്യങ്ങളിൽ നിന്ന് പ്രതിനിധികൾ തിരുവനന്തപുരത്ത് പങ്കെടുത്ത ഇന്റർനാഷണൽ ഉച്ചകോടി, ആ ഉച്ചകോടിയിൽ വന്ന ധാരാളം അഭിപ്രായങ്ങൾ നമ്മൾ എടുക്കുകയും അതിനനുസൃതമായുള്ള മാറ്റങ്ങൾ കൊണ്ടുവരും. VR സുനിൽകുമാർ MLA അധ്യക്ഷത വഹിച്ചു. ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് റോമി ബേബി, ജില്ലാ പഞ്ചായത്ത് അംഗം PK ഡേവിസ്, ഐവിൻ ഗോഡ്വിൻ, വെള്ളാങ്കുളൂർ ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് സുധാ ദിലീപ്, സംഗീത അനീഷ്, വാസന്തി സുബ്രഹ്മണ്യൻ, AP വിദ്യാധരൻ, സുമിത ദിലീപ്, സെക്രട്ടറി KS സുരേഷ്, വിവിധ രാഷ്ട്രീയ പാർട്ടി നേതാക്കളായ TK സന്തോഷ്, ജെനിഷ് കുറ്റിപ്പറമ്പത്ത്, TK ഉണ്ണികൃഷ്ണൻ തുടങ്ങിയവർ സംസാരിച്ചു. തൃശൂർ ജില്ലാ പഞ്ചായത്തിന്റെയും പുത്തഞ്ചിറ ഗ്രാമപഞ്ചായത്തിന്റെയും സംയുക്ത ബഹുവർഷ പദ്ധതിയായി 46 ലക്ഷം രൂപ ചെലവഴിച്ചാണ് സ്റ്റേഡിയം നവീകരണ പ്രവർത്തനങ്ങൾ പൂർത്തീകരിച്ചത്. കടൽ വഴിയുള്ള ലഹരിക്കടത്ത് തടയുന്നതിനും ഓണാഘോഷത്തിനും വ്യാജമദ്യ വിൽപ്പന തടയുന്നതിനും ലക്ഷ്യമിട്ട് ജില്ലാ എക്സൈസ് ഡിപ്പാർട്ട്മെന്റ്, അഴീക്കോട് ഫിഷറീസ് സ്റ്റേഷൻ, മറൈൻ എൻഫോഴ്സ്മെന്റ് ആൻഡ് വിജിലൻസ് വിങ്, കോസ്റ്റൽ പോലീസ് എന്നീ വകുപ്പുകളുടെ നേതൃത്വത്തിൽ കടലിൽ സംയുക്ത പരിശോധന നടത്തി. തൃശൂർ ജില്ലാ ഫിഷറീസ് സ്റ്റേഷൻ അസിസ്റ്റന്റ് ഡയറക്ടർ ഡോക്ടർ C സീമയുടെയും അസിസ്റ്റന്റ് എക്സൈസ് കമ്മീഷണർ AT ജോബിയുടെയും നേതൃത്വത്തിൽ വിവിധ വകുപ്പുകളെ ഏകോപിപ്പിച്ച് രൂപീകരിച്ച പ്രത്യേക സംഘമാണ് പരിശോധന നടത്തിയത്. തൃശൂർ ജില്ലാ ഫിഷറീസ് സ്റ്റേഷൻ അസിസ്റ്റന്റ് ഡയറക്ടർ ഡോക്ടർ C സീമയുടെയും അസിസ്റ്റന്റ് എക്സൈസ് കമ്മീഷണർ AT ജോബിയുടെയും നേതൃത്വത്തിൽ വിവിധ വകുപ്പുകളെ ഏകോപിച്ച് രൂപീകരിച്ച പ്രത്യേക സംഘമാണ് പരിശോധന നടത്തിയത്. ഗോവ, മംഗലാപുരം തുടങ്ങിയ സ്ഥലങ്ങളിൽ നിന്ന് കടൽ മാർഗം മദ്യവും സ്പിരിറ്റും എത്താറുണ്ട്. ഈ പശ്ചാത്തലത്തിലാണ് പരിശോധന. ജില്ലയിലെ തീരദേശം കേന്ദ്രീകരിച്ചും വ്യാജമദ്യവും സ്പിരിറ്റും കഞ്ചാവും എത്താൻ സാധ്യതയുണ്ടെന്ന് എക്സൈസ് ഇന്റലിജൻസ് വിഭാഗത്തിന് സൂചന ലഭിച്ചിരുന്നു. കരയിൽ നിന്ന് 12 നോട്ടിക്കൽ മൈൽ ദൂരത്തിൽ കടലിലുള്ള എല്ലാ മത്സ്യബന്ധന യാനങ്ങളും സംഘം പരിശോധിച്ചു. അഴീക്കോട് മുതൽ പാലപ്പെട്ടി വരെയുള്ള സ്ഥലങ്ങളിൽ നിന്ന് കടലിൽ പോയ മത്സ്യബന്ധന ബോട്ടുകളാണ് പ്രധാനമായും പരിശോധിച്ചത്. എക്സൈസ് ഇൻസ്പെക്ടർമാരായ ബാലസുബ്രഹ്മണ്യൻ, ശങ്കർ N, VJ റോയ്, പ്രദീപ്, മറൈൻ എൻഫോഴ്സ്മെന്റ് ആൻഡ് വിജിലൻസ് വിങ് വിഭാഗം ഓഫീസർമാരായ ഷിനിൽ കുമാർ ER, VN പ്രശാന്ത് കുമാർ, കോസ്റ്റൽ SI ബിജു ജോസ്, റെസ്ക്യൂ ഗാർഡർമാരായ പ്രസാദ്, ഹുസൈൻ എന്നിവർ നേതൃത്വം നൽകി. ഓണാഘോഷങ്ങൾക്ക് മുന്നോടിയായി തീരസുരക്ഷ ഉറപ്പാക്കാനും കടൽ വഴിയുള്ള മദ്യമയക്കുമരുന്ന് കടത്ത് തടയുന്നതിനും വരും ദിവസങ്ങളിൽ പരിശോധന തുടരുമെന്ന് സംയുക്ത പട്രോളിംഗ് സംഘം അറിയിച്ചു. മീഡിയ ടൈം, കൊടുങ്ങല്ലൂർ. അതിരപ്പള്ളി ഗ്രാമപഞ്ചായത്ത് 1,20,00,000 രൂപ പ്ലാൻ ഫണ്ട് ഉപയോഗിച്ച് അതിരപ്പള്ളി മലക്കപ്പാറ കാനനപാതയിലെ പുളിയലപ്പാറയിൽ നിർമ്മാണം പൂർത്തീകരിച്ച വഴിയോര വിശ്രമ കേന്ദ്രത്തിന്റെ ഉദ്ഘാടനം നടന്നു. തദ്ദേശ സ്വയംഭരണ വകുപ്പ് മന്ത്രി MB രാജേഷ് ഉദ്ഘാടനം നിർവഹിച്ചു. ഗ്രാമപഞ്ചായത്ത് തനത് ഫണ്ട് ഉപയോഗിച്ച് 4000 സ്ക്വയർ ഫീറ്റിൽ വിനോദസഞ്ചാരികൾക്കായി വിശ്രമ കേന്ദ്രം ഒരുക്കിയത് മാതൃകാപരമാണെന്നും വിനോദസഞ്ചാര മേഖലയിൽ പ്ലാസ്റ്റിക് മാലിന്യം നിർമ്മാർജ്ജനം ചെയ്യുന്നതിനായി പഞ്ചായത്ത് അതിർത്തിയിൽ ഹരിത ചെക്ക് പോസ്റ്റ് സ്ഥാപിക്കുന്നത് അടക്കമുള്ള നടപടികൾക്ക് പഞ്ചായത്ത് നേതൃത്വം നൽകണമെന്നും മന്ത്രി അഭിപ്രായപ്പെട്ടു. പഞ്ചായത്ത് പണി പൂർത്തിയാക്കിയ വഴിയോര വിശ്രമ കേന്ദ്രത്തിൻ്റെ ഉദ്ഘാടനം വളരെ സന്തോഷത്തോടെ നിർവഹിച്ചതായി ഞാൻ അറിയിക്കുകയാണ്. ദീർഘമായ ഒരു ഉദ്ഘാടന പ്രസംഗത്തിൻ്റെ ആവശ്യമുണ്ട് എന്ന് തോന്നുന്നില്ല. ഈ വഴിയോര വിശ്രമ കേന്ദ്രം പൊതുയിടങ്ങളിൽ മാലിന്യം വലിച്ചെറിയുന്നത് തടയാൻ ജനങ്ങൾ കൂടി ഭാഗമാകണമെന്നും മാലിന്യ നിക്ഷേപം ശ്രദ്ധയിൽപ്പെട്ടാൽ മൊബൈലിൽ പകർത്തിയ വീഡിയോയോ ചിത്രമോ സഹിതം ബന്ധപ്പെട്ട അധികാരികൾക്ക് നൽകിയാൽ ഒടുക്കുന്ന പിഴയുടെ 4/1 വിവരം നൽകുന്ന ആൾക്ക് ലഭ്യമാകുമെന്നും മന്ത്രി അറിയിച്ചു. ചടങ്ങിൽ ചാലക്കുടി MLA സനീഷ് കുമാർ ജോസഫ് അധ്യക്ഷത വഹിച്ചു. പഞ്ചായത്ത് പ്രസിഡന്റ് KK റിജേഷ്,
വൈസ് പ്രസിഡന്റ് സൗമിനി മണിലാൽ, പഞ്ചായത്ത് അംഗങ്ങളായ KM ജയചന്ദ്രൻ, ആതിര ദേവരാജൻ, ആഷിത രമേശ്, LSGD അസിസ്റ്റന്റ് എഞ്ചിനീയർ ആനന്ദൻ, പഞ്ചായത്ത് സെക്രട്ടറി പ്രീതി KM തുടങ്ങിയവർ സംസാരിച്ചു. മീഡിയ ടൈം, ചാലക്കുടി. മറ്റു വാർത്തകൾ നോക്കാം ഒറ്റനോട്ടത്തിൽ. അന്നമനട ഗ്രാമപഞ്ചായത്ത്, ആക്രി ആപ്പ് എന്നിവയുടെ സംയുക്താഭിമുഖ്യത്തിൽ ഡയപ്പർ മാലിന്യ സംസ്കരണ പദ്ധതി ആരംഭിച്ചു. മാലിന്യ ശേഖരണ വാഹനത്തിന്റെ ഫ്ളാഗ് ഓഫ് പഞ്ചായത്ത് പ്രസിഡന്റ് PV വിനോദ് ഉദ്ഘാടനം ചെയ്തു. ഇപ്പോൾ സംസ്ഥാനത്തെ വിവിധ മുനിസിപ്പാലിറ്റികളുമായി സഹകരിച്ചുകൊണ്ട് ഈ ആക്രി ആപ്പ് കേരളത്തിലുടനീളം ഇതുപോലെ സാനിറ്ററി നാപ്കിൻ, അതോടൊപ്പം തന്നെ ഡയപ്പർ അടക്കമുള്ള വസ്തുക്കൾ സംസ്കരിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള നൂതന സംവിധാനങ്ങളുമായിട്ടാണ് ഇവിടെ എത്തിച്ചേർന്നിട്ടുള്ളത്. ഇതിനെ സംബന്ധിച്ച് സംസ്ഥാന മലിനീകരണ നിയന്ത്രണ ബോർഡിൻ്റെയും സംസ്ഥാന തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളുടെയൊക്കെ എല്ലാവിധ ലൈസൻസും അനുമതിയോട് കൂടിയിട്ടാണ് ഈ സ്ഥാപനം പ്രവർത്തിക്കുന്നത്. അപ്പോൾ നമ്മളിങ്ങനെ പത്രദ്വാരയാണ് ഇതിനെക്കുറിച്ച് അറിയാൻ കഴിഞ്ഞത്. അതിനുശേഷം ഇതിന് ബന്ധപ്പെട്ട ശ്രീ ശിശുനുമായി സംസാരിക്കുമ്പോൾ കേരളത്തിലുള്ള മുനിസിപ്പാലിറ്റികളിൽ ഒട്ടുമിക്ക മുനിസിപ്പാലിറ്റികളുമായി സംസാരിക്കുകയും ചില മുനിസിപ്പാലിറ്റികൾ തുടങ്ങി വയ്ക്കുകയും തൃശ്ശൂരും അതോടൊപ്പം തന്നെ കൊച്ചി അടക്കമുള്ള കോർപ്പറേഷനുകളിൽ തുടങ്ങുകയും ചെയ്തിട്ടുണ്ട്. വൈസ് പ്രസിഡന്റ് സിന്ധു ജയൻ അധ്യക്ഷത വഹിച്ചു. പഞ്ചായത്ത് അംഗങ്ങളായ TK സതീശൻ, KA ഇക്ബാൽ, ആനി ആൻഡ്രു, ഷിജ നസീർ, KK രവി നമ്പൂതിരി, മോളി വർഗീസ്, ലളിത ദിവാകരൻ, സെക്രട്ടറി ഉഷാദേവി തുടങ്ങിയവർ സംസാരിച്ചു. മാള സെന്റ് ആന്റണീസ് ഇംഗ്ലീഷ് മീഡിയം സ്കൂളിൽ ഓണാഘോഷം സംഘടിപ്പിച്ചു. ഫാദർ മെൽവിൻ ഉദ്ഘാടനം ചെയ്തു. PTA പ്രസിഡന്റ് ബൈജു മണത്തറ അധ്യക്ഷത വഹിച്ചു. ആഘോഷത്തിന്റെ ഭാഗമായി ഘോഷയാത്ര, കുട്ടികൾ അവതരിപ്പിച്ച വിവിധ കലാപരിപാടികൾ എന്നിവ നടന്നു. മാനേജ്മെന്റ് ട്രസ്റ്റ് തോമസ് പഴയാറ്റിൽ, പ്രിൻസിപ്പൽ ഷാലി വിൽസൺ, ലിമ സെബാസ്റ്റ്യൻ, അധ്യാപകന്മാരായ ദയ ജസ്റ്റിൻ, ജീനി ജോൺസൺ, ഐഷ ബിജു, ബിന്ദു റിൻസൺ, ലിസി സേവി, PTA എക്സിക്യൂട്ടീവ് അംഗങ്ങൾ, സ്റ്റാഫ് അംഗങ്ങളായ ബിന്ദു, ദീപ എന്നിവർ നേതൃത്വം നൽകി. മാള സർക്കാർ മോഡൽ LP സ്കൂളിൽ ഓണാഘോഷം സംഘടിപ്പിച്ചു. ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ബിന്ദു ബാബു ഉദ്ഘാടനം നിർവഹിച്ചു. കുട്ടികളുടെ വിവിധ കലാപരിപാടികൾ, ഓണസദ്യ, പുലിക്കളി എന്നിവ ആഘോഷത്തിന്റെ ഭാഗമായി നടന്നു. സ്കൂളിലെ പുതിയ ഡൈനിങ് ഹാൾ, വാട്ടർ പ്യൂരിഫയർ എന്നിവയുടെ ഉദ്ഘാടനവും പ്രസിഡന്റ് ബിന്ദു ബാബു നിർവഹിച്ചു. TP രവീന്ദ്രൻ, നബിസത്ത് ജലീൽ, സാബു പോൾ, പ്രധാനാധ്യാപിക PA വിൻസി തുടങ്ങിയവർ പങ്കെടുത്തു. SNDP യോഗം മാള യൂണിയന്റെ നേതൃത്വത്തിൽ ശ്രീനാരായണ ഗുരുദേവ ജയന്തി മഹോത്സവം സംഘടിപ്പിക്കുന്നു. സെപ്റ്റംബർ 7 ഞായറാഴ്ച വൈകിട്ട് 3 മണിക്ക് മാള സർക്കാർ ആശുപത്രി പരിസരത്ത് നിന്നും ആരംഭിക്കുന്ന ഘോഷയാത്ര മാള CUC ഓഡിറ്റോറിയത്തിൽ സമാപിക്കും. തുടർന്ന് നടക്കുന്ന പൊതുസമ്മേളന യോഗം കൗൺസിലർ PK പ്രസന്നൻ ഉദ്ഘാടനം ചെയ്യും. യൂണിയൻ പ്രസിഡന്റ് PK സാബു അധ്യക്ഷത വഹിക്കുന്ന ചടങ്ങിൽ യൂത്ത് മൂവ്മെന്റ് ജില്ലാ രക്ഷാധികാരി സജീവ് കുമാർ കല്ലട സമ്മാനദാനം നിർവഹിക്കും. മാള, പൊയ്യ, അന്നമനട, കുടൂർ പഞ്ചായത്ത് പ്രസിഡന്റുമാർ, യൂണിയൻ ഭാരവാഹികൾ, അംഗങ്ങൾ എന്നിവർ പങ്കെടുക്കും. മാളയിൽ നടന്ന പത്രസമ്മേളനത്തിൽ PK സാബു, CD ശ്രീലാൽ, രജീഷ് മാരിക്കൽ, സുബ്രൻ ആലമറ്റം തുടങ്ങിയവർ പങ്കെടുത്തു. ഈ വർഷത്തെ 171ാമത് ശ്രീനാരായണ ഗുരുദേവ ജയന്തി ഈ വർഷം മാള SNDP യൂണിയൻ്റെ ആഭിമുഖ്യത്തിൽ മാളയിലാണ് നടത്തപ്പെടുന്നത്. ചതയദിന ഘോഷയാത്രയും എല്ലാ ശാഖകളും, ഈ 4 പഞ്ചായത്തിൽ വരുന്ന എല്ലാ ശാഖകളുടെയും സംയുക്തമായിട്ടാണ് നമ്മൾ ഘോഷയാത്രയും കാര്യങ്ങളും സംഘടിപ്പിച്ചിരിക്കുന്നത്. 3 മണിക്ക് ഘോഷയാത്ര ഗവൺമെൻറ് ഹോസ്പിറ്റൽ പരിസരത്ത് നിന്ന് ആരംഭിക്കുകയും CUC ഓഡിറ്റോറിയത്തിൽ സമാപിക്കുകയും ചെയ്യുകയാണ്. അതിൽ വിവിധ വാദ്യമേളങ്ങളോട് കൂടിയിട്ടുള്ള വലിയൊരു ഘോഷയാത്രയായിരിക്കും നമ്മൾ സംഘടിപ്പിക്കുന്നത്. കരൂപ്പടന ഹയർ സെക്കൻഡറി സ്കൂൾ ജന്മശതാബ്ദിയുടെ ഭാഗമായി തയ്യാറാക്കിയ സ്മരണിക ശതദീപ്തി പ്രമുഖ ബാലസാഹിത്യകാരൻ സിബി പള്ളിപ്പുറം പ്രകാശനം ചെയ്തു. TK ജമീല ആദ്യ പ്രതി ഏറ്റുവാങ്ങി. സ്കൂൾ ഹാളിൽ നടത്തിയ ചടങ്ങിൽ തുമ്പൂർ ലോകിദാസൻ അധ്യക്ഷത വഹിച്ചു. ഖാദർ പട്ടേപ്പാടം, മൈഷൂക്ക് കരൂപ്പടന, സദകത്തുള്ള, ഉമ്മർ പിച്ചത്തറ, റംല VM, ഹേമ MR, ശൈല എന്നിവർ സംസാരിച്ചു.
ചാലക്കുടി സെന്റ് ജെയിംസ് കോളേജ് ഓഫ് ഫാർമസ്യൂട്ടിക്കൽസിലെ കോളേജ് സ്റ്റുഡന്റ് യൂണിയന്റെയും NSS യൂണിയന്റെയും നേതൃത്വത്തിൽ ഓണാഘോഷത്തോടനുബന്ധിച്ച് നിർധർക്ക് ഭക്ഷ്യക്കിറ്റുകൾ വിതരണം ചെയ്തു. വാർഡ് കൗൺസിലർ VJ ജോജി ഉദ്ഘാടനം ചെയ്തു. സെന്റ് ജെയിംസ് മെഡിക്കൽ അക്കാദമി അസോസിയേറ്റ് ഡയറക്ടർ ഫാദർ സോജോ കണ്ണമ്പുഴ അധ്യക്ഷനായി. കോളേജ് പ്രിൻസിപ്പൽ ഡോക്ടർ K കൃഷ്ണകുമാർ, ആരതി തുടങ്ങിയവർ സംസാരിച്ചു. പൊയ്യ സെന്റ് തോമസ് UP സ്കൂളിൽ ഓണാഘോഷം നടന്നു. സിസ്റ്റർ ഡെയ്സി ജോൺ ഓണ സന്ദേശം നൽകി. പ്രധാനാധ്യാപിക സിസ്റ്റർ ജോസ്മി, PTA പ്രസിഡന്റ് ടോബിൻ ചക്കാലക്കൽ, മേരി പോളച്ചൻ, PA ഷാജിറ, ഷീജ തുടങ്ങിയവർ സംസാരിച്ചു. തുടർന്ന് മലയാളി മങ്ക, മാവേലി മന്നൻ മത്സരം, ഓണക്കളികൾ, സമ്മാന വിതരണം, ഓണസദ്യ തുടങ്ങിയവ നടന്നു. കൂരിക്കുഴി AM UP സ്കൂളിലെ ഓണാഘോഷത്തിന്റെ ഭാഗമായി 18 മുറി നേതാജി വായനശാല ഒരുക്കിയ വ്യത്യസ്തമായ പൂക്കളം ശ്രദ്ധേയമായി. ഇന്ത്യൻ ഭരണഘടനയും ഓണവും നമുക്ക് തരുന്ന സന്ദേശമാണ് പൂക്കളത്തിന്റെ ആശയം. 20 അടി വലിപ്പമുള്ള പൂക്കളം തീർക്കാൻ 35 കിലോ പൂക്കളാണ് ഉപയോഗിച്ചത്. സ്കൂളിലെ പൂർവ്വ വിദ്യാർത്ഥികളായ സിനിമാ സംവിധായകൻ KB മധു, ചിത്രകാരൻ സയ്യിദ് ഷാഫി, നേതാജി വായനശാല സെക്രട്ടറി KK സതീശൻ എന്നിവർ ചേർന്നാണ് പൂക്കളം തീർത്തത്. കയ്പമംഗലം പോലീസ് ഇൻസ്പെക്ടർ R ബിജു ഓണാഘോഷം ഉദ്ഘാടനം ചെയ്തു. വായനശാല പ്രസിഡന്റ് TK ഉബൈദ്, വൈസ് പ്രസിഡന്റ് KK ഭാസ്കരൻ, PTA പ്രസിഡന്റ് KS സുവിൻ, പ്രധാനാധ്യാപിക ഷൈജി ചാക്കോ, KV സുബ്രഹ്മണ്യൻ തുടങ്ങിയവർ പങ്കെടുത്തു. ആഘോഷത്തിമിർപ്പിൽ ചന്ദ്രപ്പനി ഹയർ സെക്കൻഡറി സ്കൂളിൽ ഓണാഘോഷം. ഹയർ സെക്കൻഡറി വിഭാഗത്തിന്റെ നേതൃത്വത്തിൽ ശിങ്കാരിമേളത്തിന്റെ അകമ്പടിയോടെ നടത്തിയ വർണ്ണാഭമായ ഘോഷയാത്രയോടെയായിരുന്നു ഓണാഘോഷങ്ങളിലെ തുടക്കം. തുടർന്ന് അധ്യാപകരും വിദ്യാർത്ഥികളും അണിനിരുന്ന വടംവലി മത്സരം, വിവിധ കലാപരിപാടികൾ, വിഭവസമൃദ്ധമായ ഓണസദ്യ എന്നിവ നടന്നു. സ്കൂൾ മാനേജർ ഡോക്ടർ KC പ്രകാശൻ, എയ്ഡഡ് അൺഎയ്ഡഡ് വിഭാഗം പ്രിൻസിപ്പൽമാരായ PK ശ്രീജേഷ്, VB സജിത്ത്, പ്രധാനാധ്യാപകൻ KS കിരൺ, LP വിഭാഗം പ്രധാനാധ്യാപിക VV അമ്പിളി, മറ്റ് അധ്യാപകർ, അനധ്യാപകർ, PTA ഭാരവാഹികൾ തുടങ്ങിയവർ നേതൃത്വം നൽകി. പ്രധാന വാർത്തകൾ വീണ്ടും. സംസ്ഥാനത്ത് കൈക്കൂലി കേസിൽ പിടികൂടിയ കഴിഞ്ഞ 10 വർഷത്തെ ഉദ്യോഗസ്ഥരുടെ വിവരങ്ങൾ 5 ദിവസത്തിനുള്ളിൽ നൽകണമെന്ന് സംസ്ഥാന വിവരാവകാശ കമ്മീഷൻ ഉത്തരവിട്ടു. പരാതിക്കാരനെയും എതിർകക്ഷികളെയും വിവരാവകാശ കമ്മീഷൻ നേരിട്ട് കേട്ട് പരാതിക്കാരന് 5 ദിവസത്തിനുള്ളിൽ പ്രതികളായ ഉദ്യോഗസ്ഥർ, വകുപ്പുകൾ, പിടിച്ചെടുത്ത തുക, കേസ് നമ്പർ എന്നിവ കാണിച്ച് രേഖ നൽകാൻ ഉത്തരവായി. തൃശൂർ കുന്നുംകുളം പുറ്റേക്കരയിൽ സ്വകാര്യ ബസ് മറിഞ്ഞ് 10 പേർക്ക് പരിക്ക്. പാവറട്ടിൽ നിന്നും തൃശൂരിലേക്ക് പോയ ജീസസ് എന്ന ബസ്സാണ് അപകടത്തിൽപ്പെട്ടത്. പരിക്കേറ്റവരെ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. പുത്തഞ്ചിറ ഗ്രാമപഞ്ചായത്ത് നവീകരിച്ച ഡോക്ടർ APJ അബ്ദുൽ കലാം സ്റ്റേഡിയം നാടിന് സമർപ്പിച്ചു. കായിക വകുപ്പ് മന്ത്രി V അബ്ദുറഹ്മാൻ ഉദ്ഘാടനം ചെയ്തു. ഇതോടെ ന്യൂസ് റൗണ്ടപ്പ് സമാപിച്ചു. നമസ്കാരം.